ഉയർത്തിയിടും ഞാൻ തിരുനാമം
കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവവുമായുള്ള കൂട്ടായ്മ നിലനിർത്തണം എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ജീവൻ ഇരിക്കുന്നത് കൂട്ടായ്മയിലാണ്. കൂട്ടായ്മ സ്ഥാപിക്കപ്പെടുമ്പോൾ ഒരു ജീവബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്. ഒരു വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിക്ക് പ്രധാനമായും 3 നിലയിൽ കൂട്ടായ്മയുണ്ട്. വിശ്വാസികളും ദൈവവും തമ്മിലുള്ള കൂട്ടായ്മ, വിശ്വാസികളും ശുശ്രൂഷകരും തമ്മിലുള്ള കൂട്ടായ്മ, വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മ. ഈ കൂട്ടായ്മ സ്ഥാപിക്കപ്പെട്ടാൽ പിന്നെ അത് തകരാതെ, അത് നഷ്ടമാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വിശ്വാസിക്ക് മാത്രമാണ്. ആ വലിയൊരു സത്യം നാം തിരിച്ചറിയാൻ ഇടയായിത്തീരുന്നു. ആ സത്യം തിരിച്ചറിഞ്ഞാൽ, ആ സത്യം നമ്മിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിൽ നിലനിർത്തുവാൻ നാം പ്രയത്നിച്ചാൽ, താല്പര്യപ്പെട്ടാൽ, അതിൽ പരം ഒരു അനുഗ്രഹം ഭൂമിയുടെ പരപ്പിൽ വേറെ ഉണ്ടാകാനില്ല. പ്രിയരെ, കൂട്ടായ്മ ബന്ധം എന്ന ജീവബന്ധം അന്ത്യം വരെ നിലനിർത്തപ്പെടേണ്ടതുണ്ട്. അതിന് കഠിന ശ്രമം നടത്തേണ്ടതുമുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയും ആഗ്രഹവും വിശ്വാസി സ്ഥാപിച്ച കൂട്ടായ്മയുടെ ബന്ധത്തിൽ നിലനിൽക്കണമെന്നുള്ളതാണ്. എന്നാൽ പ്രതിയോഗിയായ പിശാച് ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും ഏത് വിധവും വിശ്വാസി സ്ഥാപിച്ചെടുത്ത ഈ കൂട്ടായ്മ ബന്ധം തകർത്തു കളയുക എന്നുള്ളതാണ്. കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കണമെങ്കിൽ കൂട്ടായ്മയിൽ നടക്കണം. കൂട്ടായ്മയിൽ നടക്കുന്നിടത്തോളം കാലം ശത്രുവിന് ഒരിക്കലും കൂടപ്പിറപ്പേ നിന്നെ നശിപ്പിച്ച് കളയുവാൻ കഴിയില്ല. കൂട്ടായ്മ ബന്ധത്തിന് വളരെ പ്രാധാന്യവും ശക്തിയും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യാൻ താല്പര്യപ്പെട്ടാണ്. കൂട്ടായ്മയിൽ ജീവൻ വ്യാപരിക്കുന്നുണ്ട്. നാം ക്രിസ്തുയേശുവുമായുള്ള കൂട്ടായ്മയിൽ നടക്കുന്നവരാണെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്നത് കർത്തൃജീവന്റെ ശക്തിയാണ്. കൂട്ടായ്മയിൽ നിലനിൽക്കുന്നിടത്തോളം നമ്മെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും ആവില്ല. കർത്താവ് തന്നെ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല,
ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. നോക്കൂ, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ പ്രസ്താവിച്ചിരിക്കുന്ന ഈ പരമസത്യം എത്രയേറെ അർത്ഥതലങ്ങൾ, എത്രയോ ഉന്നതമായ കാര്യമാണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ ദൈവമക്കളെ. അവൻ്റെ കൂട്ടായ്മയിൽ, അവനുമായുള്ള കൂട്ടായ്മയിൽ വിശ്വാസി നടക്കുന്നുവെങ്കിൽ വിശ്വാസിയായ വ്യക്തിയും ദൈവവും തമ്മിലുള്ള ശക്തമായ ജീവബന്ധം ഒരിക്കലും നശിച്ചു പോകുകയില്ല, അറ്റുപോകുവാൻ ഇടയാകുകയില്ല. കാരണം കൂട്ടായ്മയിൽ നടക്കുന്നതിനാൽ ദൈവത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന നിത്യജീവൻ അവരിലുണ്ട്. അവർ കർത്താവിൻ്റെ കരത്തിലാണ് ഇരിക്കുന്നത്. കർത്താവിൻ്റെ ശക്തിയുള്ള കരവലയത്തിൽ നിന്ന് അവരെ പിടിച്ചു പറിപ്പാനും നശിപ്പിക്കുവാനും ആർക്കുമാവില്ല എന്നാണ് സർവശക്തനായ കർത്താവ് തന്നെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. പ്രിയരെ, എന്നാൽ ദൈവവും വിശ്വാസിയായ വ്യക്തിയും തമ്മിലുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതാണ്. മറ്റാർക്കും അത് നഷ്ടപ്പെടുത്തുവാനാകില്ല. എങ്കിലും അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് തന്നെ അതിനെ നശിപ്പിച്ചു കളയാൻ കഴിയും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് വിശ്വാസികളായ നാം ഓരോരുത്തരും ഏറിയ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ആ വിഷയങ്ങളിൽ നാം അവൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിലേ നമുക്ക് അവനോട് കൂട്ടായ്മയുള്ളൂ എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് എന്നുള്ള സത്യമാണ് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. നാം ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ ദൈവജീവന്റെ കൂട്ടായ്മയിൽ നാം ജീവിക്കും. എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ കഴിയാതിരിക്കുന്നത് കൊണ്ടും ദൈവവചനം പലപ്പോഴും അനുസരിക്കാതിരിക്കുന്നത് കൊണ്ടും പാപം ചെയ്യുന്നത് കൊണ്ടും ദൈവജീവന്റെ കൂട്ടായ്മ പല വിശ്വാസികൾക്കും അറ്റുപോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നഗ്നമായ സത്യം. പ്രിയരെ, പലരും ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തി കഴിയുന്ന അവസ്ഥയിൽ തുടരുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുവാനിടയാകും. ദൈവമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയവന് ശുശ്രൂഷകരോടുള്ള കൂട്ടായ്മയും ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മയും സൂക്ഷിക്കുവാനാകെയില്ല എന്ന് തിരിച്ചറിയണം. ക്രമേണ അപ്രകാരമുള്ള എല്ലാ കൂട്ടായ്മകളും നഷ്ടമാകും. എന്നാൽ ദൈവമായുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാൻ അവസരമുണ്ട്. അത് പുനഃസ്ഥാപിക്കുവാൻ ചെയ്യേണ്ടത് കൂട്ടായ്മ നഷ്ടപ്പെടുത്തുവാനുള്ള കാരണമായ പാപം ഏറ്റുപറയുന്നതിനാലും അത് ഉപേക്ഷിക്കുന്നതിനാലും ആ നഷ്ടപ്പെടുത്തിയ ജീവബന്ധത്തിലേക്ക് അവർക്ക് പ്രവേശിക്കുവാനാകും. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം ഏറ്റുപറയുമ്പോൾ പ്രിയരെ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, നാം അശ്രദ്ധയോടെ നമ്മുടെ ജീവിതം നയിക്കുകയും അവൻ്റെ വെളിച്ചത്തിൽ നാം നടക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവമായുള്ള നമ്മുടെ കൂട്ടായ്മ തകർന്നു പോകുവാൻ ഇടയാകും എന്നുള്ള മുന്നറിയിപ്പ് നമ്മോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്. അത് നമ്മോടുള്ള പ്രബോധനമാണ് എന്ന് തിരിച്ചറിയണം. എന്നാൽ അത് വീണ്ടെടുക്കുവാൻ സ്നേഹവാനായ പിതാവ് നമുക്ക് ഒരവസരം കൂടി തന്നിട്ടുണ്ട്. ആ അവസരം എല്ലാവർക്കും ഉണ്ട്. ഇതിനോടകം ആത്മീയ ജീവിതത്തിന് എവിടെയെങ്കിലുമൊക്കെ പ്രിയരെ പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കൂട്ടായ്മ ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ അവസരം ഉപയോഗിക്കുക, കൂട്ടായ്മ മടക്കി പ്രാപിക്കുക. നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുവാൻ നാം താല്പര്യപ്പെടുമെങ്കിൽ, അതിനുള്ള അവസരം നാം ഉപയോഗിക്കുമെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്രകാരം നമുക്ക് അവൻ്റെ ജീവന്റെ കൂട്ടായ്മ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ കഴിയും. അതേ പ്രിയരെ, ദൈവമായുള്ള കൂട്ടായ്മയിൽ നടപ്പീൻ. ആ ജീവബന്ധം നഷ്ടമാക്കാതെ നിലനിർത്തുക, അത് സൂക്ഷിക്കുക. നിശ്ചയമായും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും.
പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല ദിവസം പ്രഭാതത്തിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാനും ധ്യാനിക്കുവാനും തന്ന അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നു. ദൈവമായുള്ള കൂട്ടായ്മ നിലനിർത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് നൽകിത്തരണമേ. ദൈവകൃപയിൽ ഞങ്ങളെ നയിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മയും ശുശ്രൂഷകരുമായുള്ള കൂട്ടായ്മയും ഞങ്ങൾക്ക് അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. ആ വിധത്തിൽ 3 കൂട്ടായ്മകളും ഒരുപോലെ നിലനിർത്തുവാൻ ഞങ്ങൾ ശ്രദ്ധാലുക്കളായി തീരേണ്ട ആവശ്യകതയെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. ഞങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തെ ഉണർത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം. ആകയാൽ കർത്താവ് കൂട്ടായ്മ ബന്ധം നിലനിർത്തുവാൻ, ദൈവമായുള്ള ജീവബന്ധം നിലനിർത്തുവാൻ ഇന്നും തുടർന്നുള്ള നാളുകളിലും ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, സഭ ഉണർത്തപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിച്ച ദൈവമക്കളുടെ മേൽ ഇന്നിൻ്റെതായ മറുപടികളും വിടുതലുകളും സ്വർഗം പകർന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കൂടപ്പിറപ്പുകളെ, നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ നമ്മുടെ കൂട്ടായ്മ ബന്ധം നിലനിർത്തി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. എല്ലാവരും ദൈവ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. മറാനാഥ.
എല്ലാവരും ചേർന്ന് കർത്താവിൻ